പെണ്ണുങ്ങളും മക്കളും ഒക്കെ പോകുന്ന സ്ഥലമാണ് ഉത്സവപ്പറമ്പ്. അവിടെ അക്രമം നടത്തിയാൽ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുക്കും. നമ്മൾ ഈ കൈകൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞാലും ഉത്സവ അന്തരീക്ഷം നശിപ്പിക്കുക, പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരാ? നേരത്തെ കേസുള്ളവരാണെങ്കിൽ. മുൻപ് 3, 4, 5 കേസുള്ള ഒരാൾ അവൻ സംഘടിച്ച് വന്നിട്ട് ഈ തോന്നിവാസം കാണിച്ചാൽ ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല, ഒരു തരത്തിലെ ഇടപെടലും അതിനകത്ത് അനുവദിക്കില്ല. ഇത് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തൊരു കാര്യം പറയാം. ഞാനിത് പറയുമ്പോഴാണ് ഓർക്കുന്നത്. ഇന്നലെ മുതൽ ഞങ്ങൾ പുതിയൊരു കേസെടുത്തു, പുതിയ ടൈപ്പ് കേസ്. 77 JJ ആക്ട് ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. 77 പറയുന്നത് കുട്ടികൾക്ക് ഡ്രഗ് കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് മദ്യം കൊടുക്കുക, മൈനറിന് മദ്യം കൊടുക്കുക, അവർക്ക് ഡ്രഗ്സ് കൊടുക്കുക, 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. നമ്മൾ പുതിയൊരു സിനിമ നിങ്ങൾ കണ്ടല്ലോ, 2 കോളേജ് പിള്ളേർ ഗുണ്ടകളുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കുന്ന സിനിമ കണ്ടില്ലേ? അപ്പോൾ ഗുണ്ടകളുടെ കൂടെ നടക്കുക, അവരോട് പോയി ബിയർ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഏതാണ്ട് വലിയ കോളേജിൽ വലിയ അംഗീകാരം കിട്ടുന്ന സാധനമാണ്. അതൊരു തെറ്റായ മെസ്സേജാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ആദ്യമായിട്ട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. എടുത്തത് ഒരു പയ്യന് കഞ്ചാവ് കൊടുത്തു, 16 വയസ്സുള്ള പയ്യൻ. അപ്പോൾ നോക്കുമ്പോൾ ആ കൊടുത്തവൻ 12 കേസിലെ പ്രതിയാണ്. മുക്കുറു എന്താ പേര്, മുക്കുറു എന്ന് വിളിക്കുന്ന വിവേക്. ഇന്ന് രാവിലെ അവനെ പിടിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സംഭവം. ഞാൻ പറഞ്ഞത് നമ്മളെ നടപടി എടുക്കുക എന്ന് പറയുന്നത് നടപടി എടുത്തേ പറ്റൂ. നമുക്ക് ഇതങ്ങനെ കളയാൻ പറ്റുന്ന വിഷയമല്ല ഇത്. നമ്മളല്ല, നമ്മുടെ തലമുറ, നമ്മുടെ പിള്ളേരെന്ന് പറയുന്നത് അവർ നമ്മളെ നോക്കാൻ അവരില്ലെങ്കിൽ നമ്മളെക്കാൾ മുമ്പേ അവർ മരിക്കുന്നൊരവസ്ഥ ഇപ്പോൾ പറ്റുന്നത്. നമ്മുടെ പലരുടെയും മക്കൾ നമ്മളെക്കാൾ മുമ്പേ ഫിസിക്കലായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് ആരോഗ്യം പോകുന്നൊരവസ്ഥയിലോട്ട് പോവുകയാണ്. നമുക്ക് നഷ്ടമാണ്. നമ്മുടെ ഒരു സുഖം പോവുകയാണ്, നമ്മുടെ സൗകര്യം പോവുകയാണ്.